എൻ്റെ മോനെ, what a match, what a comeback. സഞ്ജു സാംസൺ, ഒന്നും പറയാനില്ല. ഇന്നത്തെ മാച്ച് കംപ്ലീറ്റ് സഞ്ജു സാംസന്റെ ഷോ ആയിരുന്നു പറയാം. ഒരു ഭയങ്കര ഒരു ഇമോഷണൽ മാച്ച് തന്നെ പറയാം. കാരണം സെമി ഫൈനലിലോട്ട് ഈ മാച്ച് നമ്മൾ ജയിച്ചാൽ മാത്രമേ കയറുള്ളൂ. അങ്ങനെയാണ് ഇന്നത്തെ മാച്ച്, ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്. 195 റൺസ് എടുത്തിട്ട് അവരൊരു ഗംഭീര ടാർഗറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. 196 എടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം 20 ഓവേഴ്സ് മാച്ചാണ്, നമുക്കറിയാം. ഒരുപാട് പ്രഷർ സിറ്റുവേഷനുള്ള മാച്ചാണ്. കാരണം നമുക്ക് ഈ മാച്ച് ജയിച്ചേ തീരുള്ളൂ, അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. ആൻഡ് കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ജയിച്ചിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. കാരണം ലാസ്റ്റ് മാച്ച് നമ്മൾ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഒരു ഗംഭീര സ്കോർ ആക്കിയതിന് ശേഷമാണ് നമ്മൾ അവരെ കൊണ്ട് ബാറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു ജയം നേടിയത്. പക്ഷേ ഇത്തവണ നമ്മൾ ബൗളിംഗ് ആണ് ഫസ്റ്റ് ചൂസ് ചെയ്തത്. ആൻഡ് അവർ 195 റൺ എടുക്കുകയും ചെയ്തു. നമ്മൾ ബോൾ ചെയ്ത സമയത്ത് നല്ല അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ബാറ്റ് ചെയ്ത സമയത്ത് സഞ്ജു സാംസൺ വന്ന് ഫസ്റ്റ് മുതലേ ആ ഒരു ഗ്രിപ്പ് കാണാൻ പറ്റി ഇന്നത്തെ ബാറ്റിങ്ങിൽ. കാരണം അല്ലെങ്കിൽ നമ്മൾ സഞ്ജു എടുക്കുന്ന ഓരോ ഷോട്ട്സ് ഉണ്ടാവില്ല, ചില ഷോട്ട്സ് നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ക്യാച്ചിലോട്ട് ആയിരിക്കും എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ കുറച്ച് മാച്ചസിലായിട്ട്. പക്ഷെ ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ കളിക്കാൻ തുടങ്ങിയിട്ടുള്ള സഞ്ജുവിന്റെ ഒരു മാച്ചിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്, ശരിക്കും 3 ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൽ ആദ്യത്തെ 2 മാച്ചിലും ആള് ആ ഒരു ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാറ്റിംഗ്. പക്ഷെ ഇന്നത്തെ മാച്ചിൽ ആ ഒരു നിന്ന് കളിക്കുന്ന സഞ്ജു സാംസൺ, ആ ഒരു ഭയങ്കര ഒരു മെച്ചോർഡ് ആയിട്ടുള്ള ഒരു സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ആണ് കണ്ടത്. കാരണം ആളുടെ ഇന്നിങ്സ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, 97 നോട്ട് ഔട്ടാണ്, 5 വിക്കറ്റ് ഓൾറെഡി ഇന്ത്യയുടെ പോയി. സ്റ്റിൽ നമ്മൾ ചേസ് ചെയ്ത് ആ മാച്ച് ജയിച്ചു. അത് മാത്രമല്ല, ജയിക്കുന്ന റൺസും സഞ്ജുവിന്റെ ബാറ്റും തന്നെയായിരുന്നു. ലാസ്റ്റത്തെ ആ ഒരു 6ഉം 4ഉം രണ്ടും സഞ്ജുവിന്റെ വക തന്നെ അടിച്ചപ്പം അതൊരു പക്കാ ഇമോഷണൽ മൊമെന്റ് ആണ്. സഞ്ജുവിന്റെ ആ ഒരു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു പ്രെയർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇറ്റ്സ് എ കംപ്ലീറ്റ് ഇമോഷൻ. ആ ഒരു ഇമോഷൻ കംപ്ലീറ്റ്ലി കിട്ടിയിട്ടുള്ള ഒരു മാച്ച്, ഇത് സഞ്ജുവിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. കാരണം ഈ ഒരു മാച്ച് ജയിക്കുന്നതിലൂടെ നമ്മൾ ജസ്റ്റ് ഒരു മാച്ച് ജയിക്കുന്നില്ല, ജസ്റ്റ് ഒരു വേൾഡ് കപ്പിൽ ഒരു മാച്ച് ജയിക്കുന്നില്ല, ഇന്നത്തെ മാച്ചിലൂടെ നമ്മൾ സെമി ഫൈനലിലോട്ട് കടക്കാണ്. ആ കടത്തി കൊണ്ടുപോയത് നമ്മൾ സഞ്ജുവിന്റെ കൈ കൊണ്ടാന്നുള്ളതിൽ, അല്ലെങ്കിൽ സഞ്ജുവിന്റെ ബാറ്റ് കൊണ്ടാന്നുള്ളതിൽ ഒന്നും പറയാനില്ല. അതൊരു പ്രൗഡ് മൊമെന്റ് ആണ് ആസ് എ മലയാളി. കാരണം ആ മാച്ച് കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഡഗ് ഔട്ടിൽ ഇരുന്നിട്ട് എല്ലാവരും സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുത്തതും, പിന്നെ അതുപോലെ സൂര്യകുമാറിന്റെ ആ ഒരു റെസ്പെക്ട്, പിന്നെ അതുപോലെ സഞ്ജു സാംസന്റെ ആ ഇമോഷണൽ മൊമെന്റ് എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇറ്റ്സ് എ കംപ്ലീറ്റ് ഇമോഷണൽ. സഞ്ജു സാംസൺ തകർത്തടിക്കി. കാരണം ബാറ്റിംഗ് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ആരും അങ്ങനെ ഒരു 20 റൺസ് അടുപ്പിച്ച് എടുത്തിട്ടില്ല. പക്ഷെ എല്ലാവരും സഞ്ജു സാംസന്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതിൽ എടുത്തു വരേണ്ട തിലക് വർമ്മയാണ് കുറച്ചെങ്കിലും സഞ്ജു സാംസനോട് കുറച്ചും കൂടി പാർട്ട്ണർഷിപ്പ് ആക്കിയിട്ടുള്ളത്. ഹാർദിക് പാണ്ഡ്യയുടെ ഒരു നോക്കും നന്നായിരുന്നു. സഞ്ജു എന്താ പറയുക, 4 ഓവർ 5 ഓവർ നിന്ന് പോട്ടെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 ഓവറെങ്കിലും ഒന്ന് കളിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്രിട്ടിക്സും ട്രോളുകളും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ആ ഒരു ന്യൂസിലൻഡ് സീരീസും അതിനു മുന്നിലുള്ള സീരീസൊക്കെ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പം ആ ഒരു സംഭവത്തിനൊക്കെ അടപ്പിച്ചിട്ടുള്ള ഒരു ഇന്നത്തെ മാച്ചായിരുന്നു. കാരണം എന്ന് വെച്ചാൽ 4-5 ഓവർ അല്ല, ഓൾമോസ്റ്റ് 20 ഓവർ ബാറ്റ് ചെയ്തു. ഫസ്റ്റ് ഇറങ്ങിയ ആൾ, ഓപ്പണിംഗിൽ ഇറങ്ങിയ ആള് 20 ഓവേഴ്സ് വരെ ബാറ്റ് ചെയ്തിട്ട് 5 വിക്കറ്റ് പോയിട്ടും ആള് നോട്ട് ഔട്ട് ആയിട്ട് നമ്മൾ ചേസ് ചെയ്ത് ജയിച്ചു. അവിടെയാണ് സംഭവം. ചേസ് ചെയ്തിട്ട് ആള് എഗെയിൻ, നമ്മളെപ്പോഴും പറയാറുണ്ട്, സഞ്ജു സാംസൺ സെൽഫിഷ് പ്ലെയർ അല്ല, സെൽഫ്ലെസ് പ്ലെയർ ആണ്. അത് എഗെയിൻ ഇന്ന് തെളിയിച്ചിട്ടുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ സഞ്ജുന് വേണമെങ്കിൽ ഇന്ന് സെഞ്ചുറി അടിക്കായിരുന്നു. പക്ഷെ അതല്ല, സഞ്ജു കളിക്കേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ അധികം എന്താ പറയുക, അഗ്രഷനോടുകൂടി കളിക്കാതെ മെച്ചോർഡായിട്ട് കളിച്ച്, അഗ്രഷൻ ആവേണ്ട സ്ഥലത്ത് മാത്രം അഗ്രഷനായി. ഷോട്ട്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു, നല്ല ക്ലാസിക് ഷോട്ട്സ് ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 12 4ഉം 4 6ഉം ആണ് അടിച്ചത്. അതിൽ തന്നെയാണ് ഏറ്റവും വലിയ ഡിഫറൻറ്റ്. കാരണം സഞ്ജു സാംസൺ ബാറ്റ് ചെയ്യുന്ന സമയത്ത് 6ന്റെ എണ്ണായിരിക്കും കൂടുതൽ, 4 അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇത് 12 4ഉം 4 6ഉം ആണ്. അവിടെ തന്നെ മനസ്സിലാക്കാം സഞ്ജു ഇന്ന് എങ്ങനെയാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ മാച്ചോടുകൂടി നമ്മൾ സെമി ഫൈനലിലോട്ട് കടന്നിരിക്കുകയാണ്. കാരണം ഇന്നത്തെ മാച്ചിൽ വേറെ ആരെക്കുറിച്ചും പറയാനില്ല. കാരണം ഇവൻ ബോളിംഗ് സമയത്താണെങ്കിലും നമ്മൾ സഞ്ജു 2 ക്യാച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇന്നൊരു കംപ്ലീറ്റ് സഞ്ജു സാംസന്റെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, ചില സിനിമയൊക്കെ ഉണ്ടാവില്ലേ, കംപ്ലീറ്റ് ഹീറോയിക് മൂവി ആയിരിക്കും. അതിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. അതുപോലെയായിരുന്നു ഇന്നത്തെ സഞ്ജുയുടെ ആ ഒരു ഇന്ത്യയുടെ മാച്ച് എന്ന് പറയാം. അങ്ങനെ എന്തായാലും നമ്മളെ ഇന്ത്യ സെമി ഫൈനലിലോട്ട് കടന്നിരിക്കുകയാണ്. ഇനി അടുത്ത മാച്ച് ഇംഗ്ലണ്ടിന്റെ കൂടെയാണ്. നമ്മൾ ഇംഗ്ലണ്ടിന്റെ കൂടെ എഗെയിൻ എനിക്ക് തോന്നുന്നു 2024 ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് തന്നെയായിരുന്നു തോന്നുന്നു സെമി ഫൈനൽ. അപ്പോൾ എഗെയിൻ ഒരു റിപ്പീറ്റ് സെമി ഫൈനലാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അന്ന് ജയിച്ച പോലെ തന്നെ ഇത്തവണയും നമുക്ക് ജയിക്കാൻ പറ്റട്ടെ. എന്തായാലും ഈ ഒരു ടീമിന് ഇനി ഒരു അഴിച്ചുപണിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഈ ഒരു ടീം കൊണ്ട് തന്നെയാണ് അടിപൊളിയായിട്ട് ജയിച്ചത്. ആൻഡ് ഇന്നത്തെ മാച്ചും ജയിക്കാൻ പറ്റി. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവമുണ്ട്, നമ്മൾ ഒരു പ്ലെയറെയും 5 6 അല്ലെങ്കിൽ 8 മാച്ചസ് കൊണ്ട് വിലയിരുത്താൻ പാടില്ല. ആ പ്ലെയർ എപ്പോഴെങ്കിലും ഒരു കംബാക്ക് നടത്തും. ആൻഡ് ആ കംബാക്കിലൂടെ മാച്ച് വിന്നിംഗ് ആയിട്ടുള്ള ഒരു നോക്ക് തന്നെ ആ പ്ലെയർ നടത്തുകയും ചെയ്യുന്നുള്ളത് ഇന്നത്തെ മാച്ച് കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാച്ചിൽ അഭിഷേക് ശർമ്മ 50 അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ അഭിഷേക് ശർമ്മക്ക് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു ഡക്കുകൾ അടുത്തടുത്ത് വന്നപ്പം. ആൻഡ് അങ്ങനെയല്ല, നമ്മൾ ഓരോ ഈവൻ സൂര്യകുമാർ യാദവ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം ഓൾമോസ്റ്റ് 20+ മാച്ചസ്
വലിയ സ്കോർ ഇല്ലാതെ ലാസ്റ്റ് ആള് കളിച്ച് വന്നിട്ടുള്ള ഒരു സമയമായിരുന്നു ന്യൂസിലാൻഡ് സീരീസിൽ ഉണ്ടായിരുന്നത്. എൻ്റെ അഗെയിൻ സഞ്ജുവിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരുപാട് ക്രിട്ടിക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ആള് ഒരു ഗംഭീര കംബാക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇനി ഇത് അങ്ങോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത മാച്ചിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ